ഹായ് ഓൾ, നീറ്റ് റീക്യാപ്പ് സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് ഭാഗം കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് എ ടിഷ്യൂ വരുന്ന ഭാഗമാണ്. അപ്പൊ അതിനകത്ത് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു അല്ലേ. നമ്മൾ ലിവിങ് ടിഷ്യൂ എടുക്കുക, എന്നിട്ട് നല്ല സ്ലറി പ്രിപ്പയർ ചെയ്യുക ട്രൈക്ലോറോ ആസിറ്റിക് ആസിഡ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? രണ്ട് തരത്തിലുള്ള കെമിക്കൽ കോമ്പോസിഷൻ ആണ് ടിഷ്യൂവിൽ ഉള്ളത് എന്നാണ് നമുക്ക് അതിൽ നിന്നും കിട്ടിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒന്ന് ആസിഡ് സോൾബിൾ ഫ്രാക്ഷനും രണ്ടാമത്തേത് ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷനും. ആസിഡ് സോൾബിൾ ഫ്രാക്ഷനെ നമ്മൾ വിളിച്ചത് ഫിൽട്രേറ്റ് എന്നും ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷനെ നമ്മൾ വിളിച്ചത് റിട്ടൻഡേറ്റ് എന്നുമാണ്. ആസിഡ് സോൾബിൾ ഫ്രാക്ഷന്റെ മോളിക്കുലാർ വെയിറ്റ് വരുന്നത് <1000 ഡാൽട്ടണും ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷന്റെ മോളിക്കുലാർ വെയിറ്റ് വരുന്നത് <1000 ഡാൽട്ടണും ആണ്. അത് നമുക്ക് ലോജിക്കായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നല്ല വെയിറ്റുള്ള ഒരു സംഭവം അല്ലെങ്കിൽ വലുപ്പമുള്ള സംഭവം നമുക്ക് സോൾബിൾ ആക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതേസമയം ചെറുതാണ്, സൈസ് കുറഞ്ഞ സംഭവമാണ് നമുക്ക് കൂടുതലും നമുക്ക് സോൾബിൾ ആക്കാൻ പറ്റുന്നത്. അപ്പൊ സോൾബിൾ ഫ്രാക്ഷനിൽ വരുന്നത് സൈസ് കുറഞ്ഞ സബ്സ്റ്റൻസ് ആയിരിക്കും വരിക. അപ്പൊ മോളിക്കുലർ വെയിറ്റ് <1000 ഡാൽട്ടൺ വരുന്നത് എവിടെയായിരിക്കും? ആസിഡ് സോൾബിൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഫിൽട്രേറ്റിലായിരിക്കും. അതേസമയം നല്ല മോളിക്കുലർ സൈസ് വരുന്നത് എവിടെയായിരിക്കും വരിക? ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷനിലായിരിക്കും വരിക. അപ്പൊ മോളിക്കുലർ വെയിറ്റ് <1000 ഡാൽട്ടൺ വരുന്നത് ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷനിലാണ്. പിന്നെ ആസിഡ് soluble fraction represent roughly the cytoplasmic composition. അതേസമയം ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രം സൈറ്റോപ്ലാസത്തിൽ നിന്നുള്ളതും ഓർഗനിൽ നിന്നുള്ളതും രണ്ടും വരുന്നുണ്ട് ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷൻ്റെ അകത്ത്. ഇനി ആസിഡ് സോൾബിൾ ഫ്രാക്ഷനിൽ കാണുന്നത് ഇനോർഗാനിക് കോമ്പൗണ്ട്സും കാണുന്നുണ്ട്. ഇനോർഗാനിക് കോമ്പൗണ്ട്സും എവിടെ കാണുന്നുണ്ട്? ആസിഡ് സോൾബിൾ ഫ്രാക്ഷൻ ലൈക്ക് സൾഫേറ്റ്, ഫോസ്ഫേറ്റ് പോലെയുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട്സ് കാണുന്നത് ആസിഡ് സോൾബിൾ ഫ്രാക്ഷനിലാണ്. ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷൻ്റെ അകത്ത് മാക്രോ മോളിക്യൂൾസ് ഒക്കെയാണ് ഉണ്ടാവുക. ആസിഡ് സോൾബിൾ ഫ്രാക്ഷൻ്റെ അകത്തോ മൈക്രോ മോളിക്യൂൾസ് ആണ് ഉണ്ടാവില്ല. ആസിഡ് സോൾബിൾ ആയിട്ടുള്ള ഫിൽട്രേറ്റിന് അത് നമ്മൾ കാണാം ചെറിയ സൈസ് കുറഞ്ഞതാന്ന് പറഞ്ഞു. സൈസ് കുറഞ്ഞത് ഏതാ? മൈക്രോ മോളിക്യൂൾസ് അല്ലേ. മാക്രോ മോളിക്യൂൾസ് കാണാം റീറ്റൻഡേറ്റിൽ അല്ലെങ്കിൽ ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷൻ്റെ അകത്താണ്. അപ്പം പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡ്സും പോളിസാക്കറൈഡ്സും ലിപ്പിഡ്സും ഒക്കെ വരെ എവിടെ തന്നെയാണ്? ഈ ആസിഡ് ഇൻസോൾബിൾ ആയിട്ടുള്ള റീറ്റൻഡേറ്റിലാണ് നമ്മൾ. കാരണം അവരൊക്കെ സൈസ് കൂടിയ ആൾക്കാരാണ് അല്ലെ. ലിപ്പിഡ്സിന് <800 ഡാൽട്ടൺ ആണെങ്കിൽ പോലും ലിപ്പിഡ്സ് എവിടെ കാണുന്നുണ്ട്? ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷനിൽ കാണുന്നുണ്ട്.